മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരനാണ്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക്. ഷിജോ, നമുക്ക് വെറും ഒരു തുള്ളൽ കലാകാരൻ എന്ന് പരിചയപ്പെടുത്തിയാൽ മതിയാകില്ല. കാരണം ആദ്യം മുതൽ തുള്ളൽ കല ഇത്രയധികം 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ തുള്ളൽ കലയെ അത്രയധികം ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. മാഷേ, തുള്ളൽ കല തീർച്ചയായും ജനപ്രീതി ഏറെ ആർജിച്ച ഒരു കലാരൂപം തന്നെയാണ് തുള്ളൽ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഭാവി അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്? അതുമാത്രമല്ല, ഇനിയുള്ള ഭാവിയും തുള്ളലിൻ്റെ ഭാവിയും അത്ര ശോഭനമാണോ? ആദ്യത്തേക്കാൾ വളരെയധികം പുരോഗതി ഇന്ന് തുള്ളൽക്കലയ്ക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ആദ്യം ഈ തുള്ളൽ കല ഞാൻ പഠിച്ചിറങ്ങി ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് തൊഴിലൊന്നും കിട്ടാതെ പരിപാടികളൊന്നും ഇല്ലാതെ കണ്ട് ഞാൻ വേറെ ചില പണികൾക്ക് പോയിട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഒരു 5-8 വർഷക്കാലം ഞാൻ ഇതര ജോലികളായിട്ട് സൂപ്പർവൈസറായിട്ടും ബസ് കണ്ടക്ടറായിട്ടും അങ്ങനെയൊക്കെ പല പോയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഞാൻ ഉപാസിക്കുന്ന സരസ്വതി ദേവി എന്നെ വീണ്ടും ഈ കലാരംഗത്ത് കൊണ്ടുവന്നു. അതിനുശേഷം കലാമണ്ഡലത്തിൽ അതുപോലെ തന്നെ കുഞ്ചൻ സ്മാരകം ലക്കിടി, അമ്പലപ്പുഴ കുഞ്ഞൻ സ്മാരകം, ഇതിലെല്ലാം തുള്ളൽ കലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥിനികൾ പഠിച്ചു വരുന്നുണ്ട്. ഇന്ന് തുള്ളൽ കലയ്ക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എത്രയോ പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട്. അവർക്കെല്ലാം ഒരു ക്ഷേത്രമുറ്റത്ത് ഇല്ലെങ്കിൽ ജനകീയ കലയായിട്ട് മാറി. ഇപ്പോൾ ഇത് തുള്ളൽ കല എന്നുള്ളത് ജനകീയ കലയായിട്ട് മാറി. ഞാൻ തന്നെ പല തവണയും ഖത്തറിൽ പോയിട്ടുണ്ട്, ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട്. അതുപോലെ ഇനി ഇന്ത്യയിൽ പോവാത്ത ഒരു സ്ഥലങ്ങളുമില്ല. എന്തുകൊണ്ട് ഈ തുള്ളൽ കലയ്ക്ക് ആളുകളെ എന്നെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുള്ളൽ കലയ്ക്ക് ആളുകളെ അംഗീകാരം തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് പോയിട്ടുള്ളത്. മാഷ് എങ്ങനെയാണ് ഈ തുള്ളലിലേക്ക് എത്തുന്നത്? എപ്പോൾ മുതൽ ഞാൻ ആഗ്രഹം തോന്നി തുടങ്ങി? ചെറുപ്പകാലത്ത് എൻ്റെ സ്കൂളിൽ തുള്ളൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനുണ്ട്. എന്നുവെച്ചാൽ തുള്ളൽ അധ്യാപകനല്ല, സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പല കലകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഇത് കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് അന്ന് തുള്ളൽ കല അവതരിപ്പിക്കാനുള്ള ഒരു ശേഷി ഇല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എനിക്കന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഏതോ ഒരു കിരാതത്തിലെ ഏതൊരു ഭാഗമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഹെഡ് മാഷ് കാണുകയാണ്. ഹെഡ് മാഷ് കണ്ടിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പോരാ, എന്നെ കണ്ടിട്ട് വീണ്ടും എന്നെ ആ തുള്ളൽ പഠിപ്പിക്കുന്ന മാഷെടുത്ത് കൊണ്ടുപോകണം. അങ്ങനെ എന്നെ പഠിപ്പിച്ച് കൊണ്ടുവന്നു. അത് അന്നത്തെ കാലത്ത് ഇന്നത്തെ തുള്ളലല്ല അന്ന്. അങ്ങനെ എന്നെ ആനിവേഴ്സറിയിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം പിന്നെ ഞാൻ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. സ്കൂൾ ആനിവേഴ്സറികൾക്കെല്ലാം ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ആനിവേഴ്സറിക്ക് കളിക്കാറുണ്ട്. അതുപോലെ യുവജനോത്സവ മത്സരങ്ങളിൽ മത്സരിക്കാറുണ്ട്. അതിന് ഒട്ടാനവധി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുടുംബ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അച്ഛനൊരു വാദ്യകലാകാരനായിരുന്നു. അങ്ങനെയുള്ളൊരു ഒരു പാരമ്പര്യം ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതാണ് തോന്നുന്നുണ്ട് എനിക്ക്. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഏത് കഥയാണ് അവതരിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടെ ഈ കല്യാണ സൗന്ദര്യം എന്ന കഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ശരിക്കും പറയുകയാണ്, കല്യാണ സൗന്ദര്യം എന്ന കഥ കുഞ്ചൻ നമ്പ്യാരെ കൈരളിക്ക് ആദ്യമായിട്ട് സമ്മാനിച്ചിട്ടുള്ളൊരു കഥയാണിത്. ആ കല ശരിക്കും ശീതങ്കൻ തുള്ളലായിട്ടാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ ശീതങ്കൻ തുള്ളലും ഓട്ടം തുള്ളലുമായിട്ടും ഇത് അവതരിപ്പിക്കാറില്ല. കാരണം കല്യാണ സൗന്ദര്യം എന്ന കഥ പ്രത്യേകിച്ച് ആളുകൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരുപാട് ആളുകളെ കളിപ്പിക്കാനുള്ള ഇല്ലെങ്കിൽ തമാശ രൂപത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് രംഗങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് കല്യാണ സൗന്ദര്യം എന്ന കഥയാണ് എനിക്കും ഇഷ്ടം. അതുപോലെ തന്നെ ആൾക്കാർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് കല്യാണ സൗന്ദര്യം. എനിക്കൊന്ന് ഭാഷ കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷയാണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷ, പാട്ട്, തമാശ ഒക്കെ കൂടി അതിന്റെ ഭാവവും എല്ലാം കൂടി വരുമ്പോൾ കല്യാണ സൗന്ദര്യം പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ ആ കഥ പെട്ടെന്ന് എല്ലാവർക്കും സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കഥ കൂടിയാണ്. അതാണ് അതിന്റെ ഒരു കാര്യം തോന്നുന്നു. ഏതായാലും നമുക്ക് കല്യാണ സൗന്ദര്യം കാണാം അല്ലേ? ആയിക്കോട്ടെ, സന്തോഷം. ഭീമാസേനൻ
മുടക്കി കിടക്കുന്ന പദ്ധതി തന്നിൽ മുടക്കി കിടക്കുന്ന വൃദ്ധനായോരോ കലിമുഖനെ കണ്ടു വൃദ്ധനായോരോ കലിമുഖനെ കണ്ടു വൃദ്ധനായി പറഞ്ഞു വൃദ്ധനായോരോ കലിമുഖനെ കണ്ടു വൃദ്ധനായി പറഞ്ഞു നമ്മുടെ മാർഗേ കിടക്കുന്ന നോക്കടാ എടാ മക്കടാ നീയങ്ങു മാറിക്കിടാലടാ എടാ മക്കടാ നീയങ്ങു മാറിക്കിടാലടാ സ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്താടാ സംഗതി നിനക്കടാ തോന്നുവാനെന്താടാ സംഗതി ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂടിക്കുരങ്ങിവൻ ഈ കാട്ടിൽ കിടക്കുന്ന മൂടിക്കുരങ്ങിവൻ തുമ്മകരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ ചാട്ടത്തിൽ നിന്നും പിഴച്ചു പോയോ നിന്റെ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടാ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടാ പെട്ടെന്നെഴുന്നേറ്റു പോകാകിരാപത്ത് ആപത്തു പറ്റിയിടുമെന്നു ധരിക്ക നീ വാനരാ ഞങ്ങളൊരു ഗംഭീരം, നമുക്ക് വേറെ ഒന്നും പറയാനില്ല, ഗംഭീരം. കാരണം കഥ നമ്മൾ കേട്ടുള്ളൂ, അല്ലെങ്കിൽ നോക്കട മക്കട മാകെ കിടക്കുന്നത് ഇത് നമ്മളൊക്കെ വളരെയധികം നമുക്കൊക്കെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളിലേക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ. ഈ കോട്ടൻ തുള്ളിൽ സാധാരണക്കാരൻ്റെ കഥകളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേഷക്രമത്തിലും കുറച്ചൊക്കെ കഥകളിയുടെ സാമ്യമുണ്ടെന്ന് തോന്നുന്നത്. കോട്ടൻ തുള്ളിൻ്റെ ശരിക്കും പറയുകയാണ് കേരളീയ കലകളിൽ അല്ലെങ്കിൽ ക്ഷേത്ര കലകളിൽ കഥകളിയാണ് രാജാവാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ കൂടിയാട്ടം എന്നുള്ള കലാരൂപം ഏകദേശം 10,000 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറയുന്നു. തുള്ളലിൻ്റെ ഉത്ഭവം 18-ാം ശതകത്തിലാണ്. ഏകദേശം 300 വർഷങ്ങൾ, 3 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെന്ന് പറയാം. ഇതിപ്പോൾ തുള്ളലിൻ്റെ ചില മുദ്രകളല്ല, മുദ്രകൾ മുഴുവനും കഥകളുടെ മുദ്രകളോട് സാമ്യമുണ്ട്. കാരണം അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തുള്ളലുകൾക്ക് ഇതുണ്ടായിരുന്നില്ല, നാടകീയത. ഈ നാട്യധർമ്മി, ലോകധർമ്മി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ലോകധർമ്മിയാണ് ഈ തുള്ളലുകൾക്കുള്ള മുദ്രകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതങ്ങനെയല്ല. കാരണം മുദ്രകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കഥകളി കലാകാരന് അറിഞ്ഞിരിക്കേണ്ട എല്ലാവിധ മുദ്രകളും നമുക്ക് അറിഞ്ഞിരിക്കണം. പക്ഷേ മുദ്രകൾ ചെയ്യുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് കഥകളിക്കാരൻ ഒരു മുദ്ര ചെയ്യുമ്പോൾ വളരെ വിസ്തരിച്ച്, ഇപ്പോൾ ഉദാഹരണം നല്ലത് എന്ന് പറയുമ്പോൾ ഇതാ, ഈ ഒരു മുദ്ര കഥകളിക്കാരൻ വളരെ സ്ലോവിലെടുത്ത് കാണിക്കും. അവരുടെ അടുത്ത് എനിക്ക് എത്തിയിട്ടില്ല. പക്ഷെ അതേസമയം
നമ്മൾ തുള്ളൽക്കാരെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭാഗത്തിന് ശമളം നല്ല കഥളി മഹാവനം രണ്ട് ബുദ്ധിമുട്ട് കഴിയും. അതിലേറ്റവും ചടുലമായ ഓട്ടം തുള്ളലാന്ന് തോന്നുന്നു. അതിലേറ്റവും ചടുലമായ ഓട്ടം തുള്ളലാന്ന് ചടുല അത് ഓട്ടമുള്ളതാണ്. ശീതകത്തുള്ളിൽ എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ചും കൂടെ സ്ലോയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പറയുന്നുള്ളിൽ വളരെ സ്ലോയിൽ വരുന്നതാണ്. ചടുലയിൽ വരുന്നതാണ് മറ്റേ ഓട്ടംതുള്ളൽ. ഈ ചടുലത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓട്ടംതുള്ളലിന് കൂടുതൽ പ്രചാരം. ശീതകത്തുള്ളലും പറയുന്നുള്ളിലും എവിടെയും അവതരിപ്പിച്ച് കാണാറില്ല, പക്ഷേ ഓട്ടംതുള്ളലിന് കൂടുതൽ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. പറയുന്നുള്ളിലൊക്കെ കാണാറുണ്ട് വളരെ അപൂർവമായിട്ട്. ഈ വേഷഭംഗി കൊണ്ട്, ഈ ആകാരഭംഗി കൊണ്ട്, എല്ലാം കൊണ്ടും ഓട്ടംതുള്ളലാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ചിലത് ശീതകത്തെ കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങൾ എല്ലാം ഉണ്ടാക്കി നമ്മുടെ പിന്നെ കയ്യിലും കഴുത്തിലും എല്ലാം കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി അണിയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ആകാര ഭംഗി കൊണ്ട് കുറച്ചും കൂടെ നന്നായിരിക്കുന്നത് ഓട്ടംതുള്ളലാണ്. അതാണ് ഓട്ടംതുള്ളൽ എല്ലാവരും ഈ ഓട്ടംതുള്ളലിന്റെയും ശീതങ്കംതുള്ളൽ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാത്തിനും ഈ കിരീടം അല്ലെങ്കിൽ എല്ലാത്തിനും കിരീടമില്ല. അതിൽ ഓട്ടംതുള്ളലിന് മാത്രമേ കിരീടമുള്ളൂ. അതായത് ഈ ഇപ്പം കണ്ടിട്ട് ഈ ആകൃതിയിലുള്ള റ എന്ന ആകൃതിയിലുള്ള കിരീടമാണ് ഓട്ടംതുള്ളൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പണ്ട് മെയ്ക്കൂപ്പ് എന്നാണ് ഇതിന് പറയുക. ഈ സാധനത്തിന് മരം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അവർ അണിയാനുള്ള പ്രയാസം, അത് അണിഞ്ഞുകൊണ്ട് കളിക്കാനുള്ള പ്രയാസം, ഇതെല്ലാം കൊണ്ട് പിന്നെ തുണി കൊണ്ടാക്കി. എപ്പോൾ മുതലായി ഈ ഒരു വേഷക്രമത്തിലേക്ക് ഇതെത്തിയത്? പറഞ്ഞല്ലോ നേരത്തെ തടി കൊണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ തുണി അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ, ഈ പരിഷ്കാരങ്ങൾ വരുത്തി കലാമണ്ഡലത്തിലാണ് പരിഷ്കാരങ്ങൾ വരുത്തിയത്. മാഷ് ഈ പാട്ടിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നു, അല്ലെങ്കിൽ തുള്ളൽ പാട്ടിൽ മാഷ് പരിഷ്കാരം വരുത്തി ഗുരുവായൂരിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഞാൻ അതായത് തുള്ളൽ പദ കച്ചേരി കേരളത്തിലെ ആദ്യമായിട്ട് അവതരിപ്പിച്ച കലാകാരൻ ഞാനാണ്. അതായത് എല്ലാ തുള്ളലുകളുടെയും പദങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു തുള്ളൽ പദ കച്ചേരി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് ഞാനാണ് അവതരിപ്പിച്ചത്. പക്കമേളൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് ആ കച്ചേരിയുടെ ഒരു കുറച്ച് അത് ഏതെങ്കിലും ചെറിയ ഒരു പദം പാടുന്നതിന് വിരോധമൊന്നുമില്ല. അത് അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു പദം പാടിയാലോ? അതായത് കിരാതം കഥയിലെ ചെറിയൊരു ഭാഗം, അതായത് ഈ ദേവസുന്ദരിമാരുടെ തപസ് കളക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഇത് പറഞ്ഞേക്കുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ ചെറിയൊരു പുന്നാഗവരാളി രാഗത്തിൽ പാടുന്ന ഒരു രാഗമാണ്. കളിക്കണ്ടൽ പാടിയാൽ മതി. ഉല്ലാസത്തോടെ നിങ്ങളെല്ലാം അവിടെ ചെന്നു, ഉല്ലാസത്തോടെ നിങ്ങളെല്ലാം അവിടെ ചെന്നു, വില്ലാളി വീരനോടു സല്ലാപം പേശി കൊണ്ടു, വില്ലാളി വീരനോടു സല്ലാപം പേശി കൊണ്ടു, മല്ലിവി ശിഖരുടെ വില്ലിൻ്റെ എതിരയുള്ള മല്ലിവി ശിഖരുടെ വില്ലിൻ്റെ എതിരയുള്ള. അതുപോലെ തന്നെ സന്താനഗോപാലത്തിൽ നല്ലൊരു പദമുണ്ട്. രണ്ടുപേരും ഇതിൽ രാഗങ്ങൾ എങ്ങനെയാണ് ഈ തുള്ളൽ പദങ്ങൾക്ക്? അത് ഏതൊക്കെ രാഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? പദം ഏതൊക്കെ രാഗങ്ങൾ ഇന്നിപ്പോൾ ഒരുപാട് രാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ നേരെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുന്നാഗവരാളി രാഗങ്ങളുണ്ട്. ഏകദേശം ഒരു 10, 12, 15 രാഗങ്ങൾ തുള്ളൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, അതായത് ഇപ്പോൾ
ദിജാവന്തി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഇതാണ് ദിജാവന്തി രാഗം. അതിൽ സന്താന ഗോപാലത്തിൽ നല്ലൊരു ഭാഗമുണ്ട്. അതായത് അത് നമുക്കൊന്ന് പാടി കളിച്ചാൽ, പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ പാട്ട് കേട്ടപ്പോൾ ഒരു കഥകളിയുടെ അതാ ഞാൻ പറഞ്ഞത്, കഥകളിയുടെ ഒരു ചായ വന്നു പിന്നെ ഈ പാട്ടിന്. കാരണം എന്ന് വെച്ചാൽ ഈ കലാമണ്ഡലം പൊതുവെ കഥകളിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. പിന്നീടാണ് മറ്റ് ഇതര കലകളെല്ലാം അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കഥകളുടെ ഒരു സംഗീതവും അതുപോലെ വേഷങ്ങൾക്കും എല്ലാം ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെ. ഞാൻ പറയുന്നില്ല, ഇപ്പോൾ ഈ ചുട്ടിയുടെ ഇതിന് പകരം ഇപ്പോൾ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അവിടുന്ന് വരുത്തിയിട്ടുള്ള ചില മാറ്റങ്ങളാണത്. ഈ ശിഷ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ തുള്ളൽ? ഇഷ്ടം പോലെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ ഇന്നും ഈ തുള്ളൽ കൊണ്ട് ജീവിക്കുന്ന 10-15 കുട്ടികളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വിദേശിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വിദേശത്ത് ആദ്യമായി തുള്ളൽ പഠിപ്പിച്ച കലാകാരൻ ഞാനാണ്, ഒരു അമേരിക്കക്കാരൻ. അതായത് ഞാൻ അവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 3ാമത്തെ വർഷമായിരുന്നു. അപ്പോൾ ഈ ഒരു ബെൻ ആഷ്ലി പറഞ്ഞിട്ടൊരു അമേരിക്കക്കാരൻ കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ ആശാൻ ബഹുമാനപ്പെട്ട ദിവാകരൻ നായർ ആശാൻ. അപ്പോൾ ആശാനോട് പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു അവൻ പഠിപ്പിക്കും, എന്നെ അങ്ങോട്ട് നിയമിക്കുകയാണ് ചെയ്തത്. പിന്നെ അയാൾക്ക് ഒരു അരമണിക്കൂർ, അന്നത്തെ കാലത്ത് അരമണിക്കൂറിൽ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എനിക്കത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു തുള്ളൽ പഠിപ്പിച്ചു എന്നുള്ളൊരു ക്രെഡിറ്റ്. വളരെ രസകരമായി പഠിച്ചു, നന്നായി പഠിച്ചു. നന്നായി, അത് ഒരു അരമണിക്കൂറിൽ മാത്രമേ പഠിച്ചുള്ളൂ. പിന്നീട് ഈ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കാറുള്ളത്. അവരടുത്ത് പ്രത്യേകിച്ച് ചാർജുള്ളതെന്ന് ഞാൻ പറയാറില്ല. പുതിയ കുട്ടികൾ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ വയറ്റിപ്പഴപ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പം അതുകൊണ്ട് എല്ലാ കലാകാരന്മാർക്കും കാശിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ ആവശ്യം. അതുകൊണ്ടാണ് ഈ കുട്ടികൾ പിന്തിരിഞ്ഞു പോകുന്നത്. ഡാൻസ് പഠിക്കണ മാതിരിയല്ല. ഏതായാലും തുള്ളലിൻ്റെ ഭാവിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഭാവി ഇനി ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഭാവി ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കല അവതരിപ്പിക്കാനും അതുപോലെ പല കലാകാരന്മാരുടെ പിന്നാലെ പോയിട്ട് പാടാനും എല്ലാം എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഈ തൊഴിലിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും എനിക്ക് വേറെ ഒരു തൊഴിലുമില്ല, ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും പക്ഷേ ഞങ്ങളുടെ സമയം കഴിയാണ്. സമയപരിമിതി ഉണ്ട് ഞങ്ങൾക്ക്. എന്തായാലും തുള്ളലിനും മാഷിനും വളരെ നന്ദി. ഇവിടെ അങ്ങേ അറ്റത്ത് എന്താ പറയുക നന്ദിയുണ്ട് ഈ എയർപോർട്ട് ചാനലിനോട്. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു വിസ്തരിച്ചിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വിസ്തരിച്ചിട്ടുള്ള ഒരു അഭിമുഖമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇത്രയധികം ഇവിടെ എത്തി ഇങ്ങനൊരു പെർഫോമൻസ് നടത്തി വളരെയധികം സന്തോഷം. എല്ലാ ആശംസകളും നേരുകയാണ്, എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒപ്പം തുള്ളലിനും വളരെ നന്ദി. മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനിയൊരു ഇടവേള.